കുർദുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമാണ്. നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമുണ്ടല്ലോ, അതിനേക്കാളും സങ്കീർണമാണ്. അവർക്ക് കുറച്ചെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിൽക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. പക്ഷെ കുർദുകളെ സംബന്ധിച്ച് അതില്ല. ഈ മാപ്പിനകത്ത് കാണുന്നത് പോലെ ഇത്രയും സ്ഥലം, അതായത് ഇത് നാല് രാജ്യങ്ങളാണ്. ഈ 4 രാജ്യങ്ങളായിട്ട് ചതറിയാണ് ഇപ്പോൾ കുർദുകൾ ജീവിക്കുന്നത്. ഈ 4 രാജ്യങ്ങളിൽ നിന്നും കുർദുകൾ ആക്രമണം നേരിടാറുണ്ട്. ഇവർക്ക് സ്വന്തമായി പോകാൻ ഒരു സ്ഥലമൊട്ടില്ല താനും. ഇവരുടെ ചരിത്രം, ആധുനിക ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1920-ൽ വൈസ്രൈ ഉടമ്പടി പ്രകാരം കുർദുകൾക്ക് സ്വയംഭരണം വാഗ്ദാനം ചെയ്തെങ്കിലും 1923-ൽ തന്നെ അത് പിൻവലിച്ചു. അങ്ങനെ കുർദുകളുടെ ഭൂമി ഈ കാണുന്നത് പോലെ 4 രാജ്യങ്ങൾക്കിടയിലായി വിഭജിക്കപ്പെട്ടു. അതിനുശേഷം അവർ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കുമായി നിരവധി സമരങ്ങൾ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇറാഖിൽ സദാം ഹുസൈൻ 1988-ൽ ആയിരക്കണക്കിന് കുർദുകളെ കൊന്നുതള്ളിയത്. എങ്കിലും 2014 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ISIS-നെതിരെയും യുദ്ധം ചെയ്തിരുന്നു. അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാനിലെ ഈ മേഖലയിൽ, അതായത് ഇറാൻ്റെ വടക്കൻ മേഖലയിൽ ഇറാഖിനോട് ചേർന്നുള്ളിടത്ത് കുർദ് വംശജരാണ്. ഇവരും ഇറാൻ സേനയും അല്ലെങ്കിൽ ഇറാൻ ഗവൺമെൻറ്റും തമ്മിൽ എപ്പോഴും കലഹത്തിലും യുദ്ധത്തിലുമാണ്. ഇവർക്ക് CIA ആയുധങ്ങളും പരിശീലനവും നൽകി ഇറാനെതിരെ യുദ്ധത്തിനിറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇറാൻ ഇവിടെ ആക്രമണം തുടങ്ങിയിരുന്നു. പക്ഷേ പലപ്പോഴും കുർദുകൾ വലിയ രാജ്യങ്ങളുടെ ഗെയിമുകളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. അതായത് അവരെ ഉപയോഗിക്കും, പക്ഷെ അവരെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഈ സഹായം സ്വീകരിച്ച് കുർദുകൾ ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിനും തീർച്ചയൊന്നുമില്ല. പിന്നെ കുർദുകളുടെ പഴംചൊല്ല് പറയുന്നത് പോലെ പർവ്വതങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സുഹൃത്തുക്കളായുള്ളൂ എന്നത് ഇപ്പോഴും ശരിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുർദുകൾക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കുമോ?